വണ്ടിപ്പെരിയാർ മ്ലാമലയിൽ മദ്യലഹരിയിൽ +2 വിദ്യാർത്ഥി അടക്കമുള്ള 3 യുവാക്കളെ മർദ്ദിച്ചതായി പരാതി. മർദ്ദനമേറ്റ യുവാക്കൾ വണ്ടിപ്പെരിയാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വെള്ളയാംകുടി റോഡ്, കട്ടപ്പന. വണ്ടിപ്പെരിയാർ മ്ലാമല നാലുകണ്ടത്താണ് മദ്യലഹരിയിൽ പ്രദേശവാസി യുവാക്കളെ മർദ്ദിച്ചതായി പരാതി അറിയിച്ചിരിക്കുന്നത്. ഒരു വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് പോകുവാനായി ഇറങ്ങിയ +2 വിദ്യാർത്ഥി അടക്കമുള്ള 3 യുവാക്കൾക്കാണ് മർദ്ദനമേറ്റത്. ജ്യേഷ്ഠ അനുജന്മാരായ മ്ലാമല നാലുകണ്ടം ഒറ്റപ്ലാക്കൽ ഷിഹാബുദ്ദീൻ, ഷറഫുദ്ദീൻ, അസറുദ്ദീൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. വിവാഹത്തിനായി പുറപ്പെട്ട തങ്ങളെ വഴിയിൽ വെച്ച് മാതാപിതാക്കൾ നോക്കി നിൽക്കെ യാതൊരു പ്രകോപനവും ഇല്ലാതെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് മർദ്ദനത്തിൽ പരിക്കേറ്റ ഷിഹാബുദ്ദീൻ പറയുന്നു. ഞങ്ങൾ രാവിലെ ഞങ്ങളുടെ വീട്ടിന് മുമ്പിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ കല്യാണത്തിന് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. ഇവർ 2-3 പേര് വന്ന് ഞങ്ങളുടെ അടുത്ത് എന്തൊക്കെയോ ഒരു കാര്യമില്ല വന്ന് ഞങ്ങളുടെ അടുത്തോട്ട് കയറി വന്ന് എൻ്റെ അനിയനെ പിടിച്ച് തള്ളി. അപ്പോൾ അത് ചോദിക്കാൻ പോയതാണ്. ഞങ്ങളെ 3 പേരെയും കൂടെ അവിടെ ഇട്ട് വലിച്ചടിച്ചു, റോട്ടിലൊക്കെ ഇട്ട് ഇറക്കി. ഇവിടെ കമ്പി പോലത്തെ ഒരു സാധനം എൻ്റെ അനിയന് അവന് പഠിക്കുന്നതാണ്, അവനെ അവിടെ ഇട്ട് റോട്ടിലിട്ട് ചവിട്ടി കൂട്ടുകയൊക്കെ ചെയ്തു. എൻ്റെ ഈ തല ഇതിപ്പോൾ മുഖത്ത് വെച്ചാൽ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്, ഈ സൈഡിൽ ചവിട്ടുകയാണ് ചെയ്തത്. കാലും കയ്യും ഒക്കെ മുറിവുണ്ട്, ദേഹത്ത് മൊത്തം നല്ലോണം മുറിവൊക്കെ ഉണ്ട്, ശരീരത്തൊക്കെ ചവിട്ടും എല്ലാം ചെയ്തു. അവരൊരു 3-4 പേരുണ്ടായിരുന്നു. അതിൽ 2 പേര് മെയിൻ ഗുണ്ടകളാണ്, ഇവിടെ ഗുണ്ടാ ലിസ്റ്റിലൊക്കെ പേരുള്ളവർ. ഇതിന് മുൻപേയും അവിടെ ഉള്ള പിള്ളേരിങ്ങനെ എടുത്തിട്ട് അടിച്ചിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു വിഷയത്തിൽ നമ്മൾ പോയപ്പോൾ അവിടെ വെച്ച് ഇതിന് മുമ്പേ അടിക്കുന്നിടത്ത് വേറൊരു ചെറുക്കനെടുത്ത് അടിച്ചുകൊണ്ട് വന്നപ്പോൾ നമ്മൾ ആ സ്പോട്ടിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ അവർ പറഞ്ഞിട്ട് പോയേക്കുന്നത് ഇന്ന് 6 മണിക്ക് മുമ്പ് ഞങ്ങളുടെ കഥ കഴിക്കുമെന്നുള്ള രീതിയിൽ വെല്ലു വിളിച്ചിട്ടാണ് പോയേക്കുന്നത്. കൊന്നുകളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവർ. മെയിനായിട്ട് അവിടുത്തെ ആളെന്ന് പറഞ്ഞാൽ ഈ സുരേഷ് എന്ന് പറയുന്ന ഈച്ചസുര, പിന്നെ അതുപോലെ രാജേഷ്, അങ്ങനെ കുറച്ച് പേരൊക്കെയാണ്. ഇവരൊക്കെ ഗുണ്ടാ ലിസ്റ്റിലൊക്കെ ഉള്ളതാണ്. ഇതുവരെ ഒരു നടപടി അവരുടെ പേരിലെടുത്തിട്ടില്ല. ഇതിനു മുമ്പും ഇതുപോലെ കുറേ പേരെ തല്ലിയിട്ടും അവർ ഒരു നടപടിയും എടുത്തിട്ടില്ല. ഇന്നിപ്പോൾ 6 മണി വരെ അവർ പറഞ്ഞിട്ടുണ്ട്. കുറേ പേര് കേട്ടിട്ടുമുണ്ട് നമ്മളെ വെല്ലു വിളിച്ചിട്ട് പോകുന്നത്. 6 മണിക്കുള്ളിൽ നമ്മളെ കൊല്ലും എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞത്. വിവിധ കേസുകളിൽ പ്രതിയായ മ്ലാമല സ്വദേശി ഈച്ച സുരേഷ് എന്നറിയപ്പെടുന്ന സുരേഷിനൊപ്പം 5 പേർ കൂടി ചേർന്നാണ് തങ്ങളെ മർദ്ദിച്ചതെന്നും യുവാക്കൾ പറയുന്നു. മർദ്ദനമേറ്റ യുവാക്കളുടെ മാതാപിതാക്കൾ വണ്ടിപ്പെരിയാർ പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് യുവാക്കളെ മർദ്ദിച്ചവർക്കായുള്ള അന്വേഷണം വണ്ടിപ്പെരിയാർ പോലീസ് ആരംഭിച്ചിട്ടുമുണ്ട്. എന്നാൽ യുവാക്കളെ മർദ്ദിച്ച സംഘം പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി എന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിനു മുൻപും പലതവണ മർദ്ദിച്ച ആൾ അടക്കമുള്ള മദ്യപസംഘം പ്രദേശത്ത് ഭീതി പരത്തുന്നതായും നാട്ടുകാരുടെ പരാതിയും ഉയരുന്നുമുണ്ട്. സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി അക്രമകാരികൾക്കെതിരെ നടപടി എടുക്കണമെന്നാണ് മർദ്ദനമേറ്റ യുവാക്കളുടെ മാതാപിതാക്കളുടെയും ഒപ്പം നാട്ടുകാരുടെയും ആവശ്യം. ഇടുക്കി ലൈവ് ന്യൂസ്, വണ്ടിപ്പെരിയാർ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കർട്ടൻസ് ആൻഡ് ഫർണിഷിംഗ് പരിചയപ്പെടുത്തുന്നു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗ്. ബ്രാൻഡഡ് ക്രോക്കറി ഉൽപ്പന്നങ്ങളുടെയും കിച്ചൺ വെയറുകളുടെയും വിസ്മയിപ്പിക്കുന്ന ശേഖരവുമായി കട്ടപ്പനയിലെ ഏറ്റവും വലിയ ഷോറൂം. സ്റ്റീൽ, അലൂമിനിയം, പ്ലാസ്റ്റിക് ഐറ്റംസ്, ഗ്രോസറി പ്രോഡക്ട്സ്, ഗിഫ്റ്റ് ഐറ്റംസ്, ഹോം കെയർ പ്രോഡക്റ്റുകൾ എന്നിവയുടെ പുതിയ കളക്ഷൻസ്. റെഡിമെയ്ഡ് കർട്ടൻസ്, ഫ്ലോർ മാറ്റുകൾ, കാർപ്പറ്റ്, ആർട്ടിഫിഷ്യൽ ഗ്രാസ്, ഫ്ലവേഴ്സ്, ഫോംസ് എന്നിങ്ങനെ വീടിനാവശ്യമായ എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു. ഫാക്ടറികളിൽ നിന്നും നേരിട്ട് ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നതിനാൽ തികഞ്ഞ മൂല്യവും ഗുണനിലവാരവും യഥാർത്ഥ വിലക്കുറവും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കർട്ടൻസ് ആൻഡ് ഫർണിഷിംഗ്, വെള്ളയാംകുടി റോഡ്, കട്ടപ്പന.